Hello everyone. So hope you are all doing well. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലേണിംഗ് തിയറിയിൽ തന്നെ ഗാഗ്നയുടെ ഹൈറാർക്കി തിയറി ഓഫ് ലേണിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ ഗാഗ്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് വെൽ നോൺ ഫോർ ഹിസ് ബുക്ക് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. അദ്ദേഹം ആ ബുക്കിൽ നമ്മുടെ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അതായത് ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും എങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിനനുസരിച്ച് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ലേണർ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗാഗനെ ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തത് തന്നെ ആസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഡിസ്പോസിഷൻ ഓർ കപ്പാസിറ്റി എന്നതാണ്. അതായത് ഓരോ വ്യക്തികളിലും അവരുടേതായ കപ്പാസിറ്റികളിൽ വരുന്ന മാറ്റം, that it can be the manual capacity or the intellectual capacity or the mental capacity. സോ ഏത് കപ്പാസിറ്റിയിലും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാറ്റത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിനെയാണ്, ഡിസ്പൊസിഷനെയാണ് ഇവിടെ ലേണിംഗ് എന്നുകൊണ്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ഗാഗനെ ഈ ലേണിംഗ് പ്രോസസ്സിനെ 8 ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബിഗിനിങ് ഫ്രം എ സിമ്പിൾ ഫോം ടു എ കോംപ്ലക്സ് ഫോം. അങ്ങനെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ടെൻസ് ടു മീൻ ദാറ്റ് ഈ ലേണിംഗ് എല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അതായത് ഒരു പുതിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ കപ്പാസിറ്റി പഠിക്കുന്നത് ഒരു മുന്നേ നമ്മുടെ മൈൻഡിലുള്ള വേറൊരു കപ്പാസിറ്റി, ഒരു സബോർഡിനേറ്റ് കപ്പാസിറ്റീനെ കണക്റ്റഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നതാണ്. ഇനി ഈ ഒരു ഹൈറാർക്കി ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. താഴെ നിന്നാണ് മുകളിലോട്ട് പോകുന്നത് കേട്ടോ ഹൈറാർക്കി ലെവൽ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ സിഗ്നൽ ലേണിംഗ്, സെക്കൻഡ് വൺ ദ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, തേർഡ് വൺ ചെയിൻ ലേണിംഗ്, ഫോർത്ത് വൺ വെർബൽ അസോസിയേഷൻ ലേണിംഗ്, ഫിഫ്ത്ത് വൺ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, സിക്സ്ത് വൺ കോൺസെപ്റ്റ് ലേണിംഗ്, സെവൻത്ത് വൺ പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് ദ എയ്ത്ത് വൺ പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്. സോ ഇത് ഓർത്തു വെക്കാനൊരു കോഡുണ്ട്. സതി സതി ചാടി വാ ദൂരെ കൊമ്പിൽ പോയി പിടി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡർ തെറ്റാതെ അത് പഠിക്കാൻ പറ്റും. സതി സതി ചാടി വാ ദൂരെ കൊമ്പിൽ പോയി പിടി. സോ നമ്മൾ ഹൈറാർക്കി ലെവലിലെ ഫസ്റ്റ് വണ്ണാണ് സിഗ്നൽ ലേണിംഗ്. സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അല്ലേ? ബിക്കോസ് നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികളൊക്കെ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അവർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും, ഓരോ സിഗ്നൽസിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മദറിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? കരച്ചിൽ നിർത്തും. അതേപോലെ തന്നെ അവർക്ക് ഫെമിലിയറായ ആളുകളെ കാണുമ്പോൾ സ്മൈൽ ചെയ്യും. അതൊക്കെ ഒരു എക്സാമ്പിളാണ്. സോ അത് ചില സിഗ്നലുകളോട് അവർ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദ സിഗ്നൽ ലേണിംഗ് വിച്ച് ഈസ് കമ്മിങ് ആസ് എ പാർട്ട് ഓഫ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഓക്കെ, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ഇത് എന്ന് പറയുന്നത് ഒരു ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ലേണിംഗ് ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കാണുമ്പോൾ പപ്പ എന്ന് പ്രൊനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബോൾ കണ്ടു കഴിഞ്ഞാൽ ബോൾ എന്ന് പറയുക, അത് പോയി എടുക്കുക, ബോളാണെങ്കിൽ അത് പോയി എടുത്തിട്ട് അത് ത്രോ ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കുക, അപ്പോൾ അത് ത്രോ ചെയ്യുക. അങ്ങനെയുള്ളതിനൊക്കെയാണ് അവിടെ വേർഡ്സ് മാത്രമല്ല, നമ്മൾ മസിൽ പവർ, ഇപ്പോൾ ഹാൻഡ്, ടങ്, മൗത്ത്, അങ്ങനെയുള്ള മസിൽ പവർ അസോസിയേറ്റഡ് വിത്ത് എ സ്റ്റിമുലസ്, അതിനെയാണ് ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു കണ്ടീഷനിങ് വരികയാണ്, ഒരു ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നത്. സോ ഫസ്റ്റ് വൺ സിഗ്നലായിരുന്നു, ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. Next, the third one is chain learning. This is one of the most important thing, okay, in the learning process. അതായത് ഇവിടെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള 2 or more സ്റ്റിമുലസ് റെസ്പോൺസുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ലേണിംഗ് പ്രോസസ്സിൽ. ഇതൊരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസാണ് ഈ ചെയിൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ലേണിങ്ങിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഫോർ എക്സാമ്പിൾ പപ്പ, മമ്മ, ദാദ എന്നൊക്കെ പറയുന്ന സ്മോൾ വേർഡ്സ് പിക്ക് ചെയ്തിട്ട് സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു കുട്ടീനെ ചെയിൻ ലേണിംഗിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ആ കുട്ടി സെൻറ്റൻസായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പപ്പ, വെർ ആർ യു ഗോയിങ്?
അങ്ങനെ. ഓക്കെ, ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിൽ അതെ, ഫസ്റ്റ് ആൽഫബറ്റ്സ് മാത്രം എഴുതിയിരുന്ന കുട്ടി പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു വേർഡ് ആപ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനെയുള്ള വേർഡ്സുകൾ ഫോം ചെയ്യാൻ പഠിക്കുന്നു. ഇനി മാനുവൽ വർക്കാണ് ഇവിടെ കൂടുതൽ വരുന്നത്, അതായത് നമ്മുടെ അനാറ്റമി വർക്ക്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു, ഓടാൻ പഠിക്കുന്നു. ഓടുന്നൊരു കുട്ടി പിന്നെ ക്ലൈംബ് ചെയ്യാൻ, അതുപോലെ സൈക്ലിംഗ് ഒരു എക്സാമ്പിളാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനെ 2-3 നമ്മുടെ പ്രീവിയസ്ലി ലേൺ സ്റ്റിമുലസ് റെസ്പോൺസുകളെ, പല റെസ്പോൺസുകളെ മോർ ദാൻ 2 ഓർ 2 മിനിമം 2 അതിന് കണക്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലേണിംഗ് പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ചെയിൻ ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ദ ഫോർത്ത് വൺ, വെർബൽ അസോസിയേഷൻ. ഇത് ചെയിൻ ലേണിങ്ങിൻ്റെ ഒരു സബ് വെറൈറ്റി അല്ലെങ്കിൽ സബ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് നമ്മൾ പറഞ്ഞല്ലോ, ചെയിൻ ലേണിങ്ങിൽ നമ്മൾ സെൻറ്റൻസുകളായിട്ട് സംസാരിക്കാൻ പഠിക്കും. ഇവിടെ വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത് വേർഡ്സ് തന്നെയാണ്, അതും ഡിഫറെൻറ്റ് ലാംഗ്വേജുകൾ, ഡിഫറെൻറ്റ് വേർഡ്സുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അതൊക്കെ നമ്മൾ ഈ വെർബൽ അസോസിയേഷൻ്റെ ഹെൽപ്പോടെയാണ് പഠിക്കുന്നത്. പ്രൊനൗൺസിയേഷൻസ് ആയിക്കോട്ടെ, ലെറ്റേഴ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻസ് ഫോർമേഷൻ ആയിക്കോട്ടെ, അതെല്ലാം ഈ വെർബൽ അസോസിയേഷൻ യൂസ് ചെയ്തിട്ടാണ്. മെയിൻലി ദ ലാംഗ്വേജ് ഫ്ലുവൻസി, അതാണ് ഇവിടെ വെർബൽ അസോസിയേഷൻ ലേണിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സിഗ്നൽ ലേണിംഗ് കഴിഞ്ഞു, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കഴിഞ്ഞു, ചെയിൻ ലേണിംഗ് കഴിഞ്ഞു, വെർബൽ അസോസിയേഷൻ ലേണിംഗ് കഴിഞ്ഞു. ദ ഫിഫ്ത്ത് വൺ ഈസ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. സോ ഇവിടെ ലേണർ എന്താണ് എക്വയർ ചെയ്യുന്നത് വെച്ചാൽ, 2 സ്റ്റിമുലസുകൾ തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷൻ, അതായത് ഡിഫറൻസസ് മനസ്സിലാക്കാനും അത് റിലേറ്റ് ചെയ്യാനും പറ്റുന്നു കുട്ടിക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മദറും ഉണ്ട് ആൻറ്റും ഉണ്ട്. അപ്പോൾ മദറും ആൻറ്റും ഇതിൽ ആരാണെന്നുള്ളതും എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് ബോളും ഉണ്ട്, ഒരു ഫുട്ബോളും ഉണ്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ ഒരു മാത്തമാറ്റിക്കലായിട്ട് ഒരു ഷേപ്സുകൾ കുറച്ചുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് റെക്റ്റാങ്കിൾ, ഏതാണ് ട്രയാങ്കിൾ, ഏതാണ് സർക്കിൾ, അങ്ങനെയുള്ള ഒരു ഡിസ്റ്റിങ്വിഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സ്റ്റിമുലസ് മനസ്സിലാക്കുന്നതിനാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് കൺസെപ്റ്റ് ലേണിംഗ്. ഈ കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകളെ തമ്മിലുള്ള ഒരു ജനറലൈസേഷൻ കുട്ടി പഠിക്കുന്നു. എന്നിട്ട് അതിലുള്ള കോമൺ ക്രൈറ്റീരിയാസ്, അതേപോലെ തന്നെ കൺസെപ്റ്റ്സ് ലൈക്ക് ഐഡൻറ്റിഫൈയിങ് ദ അബ്സ്ട്രാക്ട് തിങ്സ്, പിന്നെ ഈ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, പിന്നെ അഡീഷൻ, അങ്ങനത്തെ കൺസെപ്റ്റുകളുണ്ടല്ലോ. ലൈക്ക് ഷെയറിങ്, പിന്നെ ഈക്വൽ ടു, അങ്ങനത്തെ കൺസെപ്റ്റുകൾ, അതേപോലെ ബിഗ്, സ്മോൾ, ലാർജ്, ഷോർട്ട്, അങ്ങനെയുള്ള കമ്പാരിസൺസ്, അബ്സ്ട്രാക്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻസ്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കുട്ടി കൺസെപ്റ്റ് ലേണിങ്ങിലൂടെ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളത്, ദ ചൈൽഡ് ലേൺസ് ദ കൺസെപ്റ്റ് ബേർഡ് ആൻഡ് ഹി ഡിസ്റ്റിങ്വിഷസ് ദ ബേർഡ് ഫ്രം എ മാമൽ. അപ്പോൾ കുട്ടിക്ക് കിളികളെ കണ്ടാൽ മാത്രമല്ല അതിൽ ഏതാണ് മാമൽ എന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റുന്നു. അനദർ എക്സാമ്പിൾ വി ക്യാൻ സേ, ഒരു സിമിലർ വൺ, കളേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലേ നമ്മൾ. കളേഴ്സ് പഠിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറൊന്നാണ് റെയിൻബോ കളേഴ്സ്, അതേപോലെ തന്നെ സ്പെക്ട്രം ലൈറ്റ്സ്. അപ്പോൾ അതിനൊക്കെ കുട്ടിക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതിനാണ് കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ പ്രിൻസിപ്പൽ ലേണിംഗ്. നമ്മൾ കുറച്ചും കൂടിയും കോംപ്ലക്സിറ്റി കൂടി വരികയാണ് കേട്ടോ. സോ ഹിയർ വി ടോക്ക് അബൌട്ട് ദ പ്രിൻസിപ്പൽ ലേണിംഗ്. സോ ഇൻ പ്രിൻസിപ്പൽ ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ള ആ നോളേജിനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് അത് കൊണ്ടുവരുമ്പോഴാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്സിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ് എന്ത്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ ഉള്ളത് അല്ലേ. ഈ പഠിച്ച എല്ലാ കൺസെപ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ നോളേജുകളും കൂടിയിട്ട് ബോഡ്മാസ് റൂൾ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സോ അതിനെയാണ് ഇവിടെ ഒരു പ്രിൻസിപ്പൽ ലേണിംഗ് എന്നുള്ളൊരു ഉദാഹരണം കൊടുക്കുന്നത്. സോ യൂസിങ് ബോഡ്മാസ് റൂൾ ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് സയൻസിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കുട്ടി പഠിക്കണത് മെറ്റൽ എക്സ്പാൻഡ്സ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ കുട്ടിക്ക് ഹീറ്റ് എന്തിനാണെന്നുള്ളത് അറിയാം, മെറ്റൽ എന്താണെന്നുള്ളത് അറിയാം. സോ ആ മെറ്റൽ എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നത്, ആ ലേണിങ്ങിനെയാണ്, ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് ഇവിടെ പ്രിൻസിപ്പൽ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ കംസ് ദ ലാസ്റ്റ് വൺ, അതായത് നമ്മുടെ ഏറ്റവും കോംപ്ലക്സ് ലെവലാണ്, കോംപ്ലക്സ് ഫോമായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ലെവൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ലേണിംഗ്. ഇവിടെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ആൻഡ് ദ കോംപ്ലക്സ് പാർട്ട്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബോഡ്മാസ് റൂൾ വെച്ചൊരു കുട്ടി എന്ത് ചെയ്യുന്നു, പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രിൻസിപ്പൽ ലേണിങ്ങിൽ നമ്മൾ ആദ്യം ബോഡ്മാസ് റൂൾ പറഞ്ഞാൽ നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുക അല്ലേ.
മാത്സ് മനസ്സിലാവുന്നവരാണെങ്കിൽ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ആ നമ്പേഴ്സ് മാത്രമല്ല, എന്തുകൂടി വരും, വേരിയബിൾസും കൂടി വരും അല്ലേ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസോ അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോംസ് വരും. സോ അവിടെ എങ്ങനെ കുട്ടി നല്ല സ്മൂത്തായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലിലൂടെ അല്ലെങ്കിൽ ലേണിങ്ങിലൂടെ നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ ബോയ് പ്രൂവ്സ് ദ തിയറം ഇൻ ജോമെട്രിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അറിയാം ഷേപ്സ്, അതേപോലെ അതിൻ്റെ കൺസെപ്റ്റുകൾ ഓരോ ഷേപ്പിൽ വരുമ്പോഴുള്ള അതിൻ്റെ പ്രിൻസിപ്പിൾസ് കൺസെപ്റ്റുകളൊക്കെ നമുക്ക് അറിയാം. ഇനി ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർക്കിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെരിമീറ്ററും ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം. ഇനി അത് വെച്ചിട്ട് ഒരു തിയറം പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ കുട്ടി പ്രോബ്ലം സോൾവിങ് സ്കില്ലിലേക്ക് എത്തുന്നത്. ദാറ്റ് ഈസ് ദ ക്ലിയർ അപ്ലിക്കേഷൻ ഓഫ് ദ ലേൺഡ് പ്രിൻസിപ്പിൾസ്. ഇതുവരെ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ അണ്ടർസ്റ്റാൻഡിങ്ങുകളെല്ലാം എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു ഡെയിലി ലൈഫിൽ. സോ ഇതാണ് ഏറ്റവും ദ ടോപ്പ് മോസ്റ്റിൽ വരുന്നത്, അതായത് 8th ലെവലിലുള്ള കോംപ്ലക്സ് ഫോമാണ് ദ പ്രോബ്ലം സോൾവിങ്. സോ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഡ് മറക്കണ്ട, സതി ചാടിവ ദൂരെ കൊമ്പിൽ പോയി പിടി. സോ സിഗ്നൽ ലേണിംഗ് അതായത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് നമ്മുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. പിന്നെ ഏറ്റവും കോംപ്ലക്സ്ഡ് ഫോമായിട്ടുള്ളതാണ് പ്രോബ്ലം സോൾവിങ് ലേണിംഗ്. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ വരുന്നത് മൂന്നാമത്തതാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ചെയിൻ ലേണിംഗ്. ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഒന്ന്, ഈ ഹൈറാർക്കി തിയറി ഓഫ് ലേണിംഗ് ആര് പ്രപ്പോസ് ചെയ്തതാണെന്നുള്ളതാണ്. ദെൻ ചോദിച്ചിട്ടുള്ളത് ഓരോ ഹൈറാർക്കി ലെവൽ ചോദിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹൈറാർക്കി ലെവൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേണിംഗ് ഏതാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ നേരെ റിവേഴ്സും ചോദിക്കാറുണ്ട്. ഓരോ കൺസെപ്റ്റ് ലേണിംഗ് അല്ലെങ്കിൽ സ്റ്റിമുലസ് ലേണിംഗ് അത് ഏത് ഹൈറാർക്കിയിലാണ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഹൈറാർക്കി ലെവലൊന്ന് ഓർത്ത് വെക്കുക, പിന്നെ നമ്മൾ കോഡ് മറക്കണ്ട. ഓക്കെ, സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.